ഇപ്പോൾ ബീച്ചിലെ തട്ടുകട മാറ്റിയിട്ട് പിന്നെ സിസ്റ്റമാറ്റിക് ആക്കുക, നവീകരിക്കുക, അതേപോലെ തന്നെ ചെറിയ ചെറിയ നവീകരണ പ്രൊജക്റ്റുകൾ, ഇതെല്ലാം വലിയ പ്രൊജക്റ്റുകളെ ലൗഡ് ആവേണ്ടതിന് പകരം ചെറിയ പ്രൊജക്റ്റുകൾ മാത്രം ലൗഡ് ആകപ്പെടുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ വരുന്നുണ്ട്. കാലിക്കറ്റിൽ മെട്രോ അതുപോലത്തെ വലിയ വലിയ പ്രൊജക്ട്സുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വന്നാൽ നമുക്ക് കാലിക്കറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും അത് ലാഭത്തിലാവുമോ? അത് സാറിന്റെ അഭിപ്രായം എന്തായിരുന്നു? ഓക്കെ, കാരണം ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം പൊതുവെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പിന്നെ ഒരു പരിധി വരെ അവഗണിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം അതിൻ്റെ മുന്നേ എനിക്കതിൽ പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ വലിയ പ്രൊജക്ട്സുകൾ ചെയ്യേണ്ടടുത്ത് ഐസ്തെറ്റിക് പ്രൊജക്ട്സുകൾ, ഇപ്പോൾ ബീച്ചിലെ തട്ടുകട മാറ്റിയിട്ട് പിന്നെ സിസ്റ്റമാറ്റിക് ആക്കുക, നവീകരിക്കുക, അതേപോലെ തന്നെ ചെറിയ ചെറിയ നവീകരണ പ്രൊജക്റ്റുകൾ, ഇതെല്ലാം വലിയ പ്രൊജക്റ്റുകളെ ലൗഡ് ആവേണ്ടതിന് പകരം ചെറിയ പ്രൊജക്ട്സുകൾ മാത്രം ലൗഡ് ആകപ്പെടുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിന് പകരം ചെറിയ പ്രൊജക്ട്സുകൾ അതിൻ്റെതായ രീതിയിലും പോകണം, വലിയ പ്രൊജക്ട്സുകളും വേണം. കാരണം ഇതൊരു സ്ട്രക്ചറലായും പിന്നെ പോളിസി ലെവലും തീരുമാനം എടുക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ അത് കാലിക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് അത് പറ്റുമോ എന്നുള്ളതിൻ്റെ കാര്യം, ഒന്നാമത് ഒരു 200 to 300 ബില്യൺ ഡോളർ കാലിക്കറ്റിൽ ഈ ഒരു സറൗണ്ടിങ്സിലുള്ള ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ശരിക്കും കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്തൊരു റീജിയനാണ് മലബാർ റീജിയൻ. പ്രത്യേകിച്ച് അതിനെ ഹെഡ്കോട്ട് ചെയ്തത് കാലിക്കറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കാലിക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ട്രിവാൻഡ്രം ആണെങ്കിലും ശരി, കൊച്ചിനാണെങ്കിലും ശരി, ഇവരൊക്കെ ഒരു പരിധി വരെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് പോലെ മൂവ് ചെയ്തുകൊണ്ട് അവിടെ സ്ട്രക്ചറലായിട്ടും അതേപോലെ തന്നെ വലിയ വലിയ പ്രൊജക്ട്സുകളൊക്കെ ധാരാളം വളർന്ന സാഹചര്യത്തിൽ ഒരു 100 വർഷത്തോളം അല്ലെങ്കിൽ 150 വർഷത്തോളം കോഴിക്കോട് റീജിയൻ കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിൻ്റെ വലിയ ഗ്രോത്തിൽ നിന്ന്, ആ ഗ്രോത്ത് ലിസ്റ്റിൽ നിന്ന് ഔട്ടായി. കാരണം ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫണ്ടുകൾ വരേണ്ടതിന് പകരം മിലിറ്ററി, അതേപോലെ തന്നെ പോലീസ്, അതേപോലെ ലോ ആൻഡ് ഓർഡർ പോലത്തെ, അഥവാ അന്നത്തെ ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്നതൊക്കെ ബ്രിട്ടീഷ് അനുകൂലമാണ്. അപ്പോൾ ഒരു വലിയൊരു ഏരിയ, ശരിക്കും പിന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു GDP കോൺട്രിബ്യൂട്ടർ ആവേണ്ട ഒരു ഏരിയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടതിന് പുറത്ത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യപ്പെട്ടു, ഒരു ഗ്രോത്തിൻ്റെ ഒരു പിന്നെ ഇൻഡെക്സിൽ നിന്നും അറ്റ്ലെക്സിൽ നിന്നും ഒക്കെ മാറി. അതിന് ഒരു കോമ്പൻസേഷൻ പിന്നീട് ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വന്നിട്ടില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ 1700കളിലൊക്കെ സർപ്ലസ് ആയ പിന്നെ റൈസ് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ റീജിയൻ. അതേപോലെ തന്നെ സ്പൈസുകൾ സർപ്ലസ് ആയിരുന്നു. അതേപോലെ ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ബ്രിട്ടീഷ് ആ കാലയളവിൽ വന്നു. കാരണം ആ സമയത്ത് ഇതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന പിന്നെ ഇവിടെയുള്ള ആളുകൾ കൂടുതലും സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യ ഫ്രീഡത്തിലേക്ക് വരണമെന്നുള്ളതിനും വേണ്ടിയിട്ട് മറ്റു ഏരിയകൾക്കും കൂടി വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരു സാഹചര്യമാണ് വന്നത്. അത് GDPയിൽ വലിയ ലോസ് വരുത്തി. അത് സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യമായ സമയത്ത് പിന്നെയും ഈ ഒരു റീജിയനെ പരിഗണിക്കുന്നത് തിരുവനന്തപുരവും മറ്റും പിന്നെ കൊച്ചിയും അതല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ഏരിയയുടെ കൂടെയാണ്. എന്നിട്ടും GCCയുടെ സപ്പോർട്ട് കൊണ്ടു ആ സമയത്ത് ഗൾഫ് പിന്നെ ഉണരുന്നു. അതേപോലെ തന്നെ മറ്റു പ്രവാസികൾ, എക്സ്പാറ്റുകൾ കൂടുതൽ ഇവിടുന്ന് പോകുന്നു. പിന്നെ ഇവിടെയുള്ള ആളുകൾ കഷ്ടപ്പെട്ട് തിരിച്ചും എഡ്യൂക്കേഷനൊക്കെ ഒരു പരിധി വരെ പിന്നെ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഡെവലപ്പ് ചെയ്യുന്നു ഒക്കെ ചെയ്ത് ഒരു പരിധി വരെ സ്ട്രഗിൾ ചെയ്ത് തിരിച്ചു കയറി. പക്ഷേ ആ സാഹചര്യത്തിന് ശരിക്കും ഗവൺമെൻറ് വലിയ സ്പെഷ്യൽ പാക്കേജ് ഇട്ടിട്ട് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പഠന റിപ്പോർട്ടുകളെല്ലാം നമ്മൾ നിരത്തി ആ വിഷയം പഠിക്കേണ്ടതുണ്ട്. അത് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ജസ്റ്റ് ഒരു സിമ്പിൾ റെഫറൻസ് മനസ്സിലാകും. ഇതിനു വേണ്ടി സ്പെഷ്യൽ എഫേർട്ട് ഇട്ടതിൻ്റെ പുറത്ത് എത്ര ബില്യൺ ഡോളറിൻ്റെ ലോസാണ് ആ കാലയളവിൽ ഈ ഒരു എൻ്റയർ ഏരിയക്ക്, അത് പാലക്കാട് മുതൽ നമ്മൾ പറയുന്നത് കോഴിക്കോട് മാത്രമല്ല കാസർഗോഡ് വരെ വയനാട് വരെയുള്ളൊരു റീജിയനിൽ മൊത്തം ലോസ് വന്നിട്ടുണ്ട്. അവിടെയുള്ള എക്സ്പോർട്ടുകളെല്ലാം താറുമാറായി, അഗ്രികൾച്ചർ താറുമാറായി, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നഷ്ടപ്പെട്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മിലിറ്ററിയുടെയും അതല്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെയും ഒക്കെ സംവിധാനങ്ങളാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് ആ കാലയളവിൽ. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ആളുകളെ നിയമം അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ് വന്നത്. ആ സമയത്ത് യൂണിവേഴ്സിറ്റികളോ അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും വരുന്നില്ല. ഈ വരാത്തതിൻ്റെ കുറവ് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം പരിഹരിക്കേണ്ടിയിരുന്നു. അത് പരിഹരിക്കാത്തതിൻ്റെ പുറത്താണ് ഇവിടെ ഒരു
ഒരു പരിധി വരെ പല കാര്യങ്ങളിലും കുറച്ച് ബാക്കൗട്ട് ആവേണ്ട സാഹചര്യം വന്നത്. അത് ഒരു കളക്റ്റീവ് എഫേർട്ട് എടുത്ത് ഒരു പിന്നെ റെമഡിയൽ മെഷർ എടുത്തിട്ട് അത് ഇപ്പോഴെങ്കിലും പരിഹരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു ലോസാണ്. 2, മെട്രോ പോലത്തെ പ്രൊജക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം കാലിക്കറ്റ് എയർപോർട്ടാണ് പിന്നെ എയർപോർട്ട് അതോറിറ്റിയുടെ ഏറ്റവും ലാഭമുള്ള എയർപോർട്ട്. കമ്പാരിറ്റീവ്ലി ഏറ്റവും ചുരുങ്ങിയ ഇൻഫ്ര കൊണ്ടും വളരെ കുറഞ്ഞ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഇപ്പോൾ ഈ കാലിക്കറ്റ് എയർപോർട്ട് ഓടുന്നത്. എങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കാലിക്കറ്റിൽ നിന്ന് പിന്നെ ഫില്ലാവാതെ പോകുന്നില്ല. എല്ലാ ഫ്ലൈറ്റും ഫില്ലാണ്, ഏത് രീതിയിലും ഫില്ലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ആളുകൾ അത്രയും കൂടുതൽ ട്രാവൽ ചെയ്യുന്നവരാണ്. രണ്ടാമത്, മെട്രോ പോലത്തെ എക്സ്പെൻസുകൾ ഒരു എക്കോസിസ്റ്റത്തിൽ ഇടുന്നത് അവിടെ ഇമ്മീഡിയറ്റ്ലി പ്രോഫിറ്റ് കിട്ടാൻ. അത് എഡ്യൂക്കേഷൻ പോലെയാണ്. എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താ? എഡ്യൂക്കേഷൻ ഒരാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ 13ാമത്തെ കൊല്ലം 15ാമത്തെ കൊല്ലം ആ പൈസ എല്ലാം കൂടി ലാഭമായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല. അത് ഇൻഡയറക്റ്റായിട്ട് മൊത്തം സംവിധാനത്തിൻ്റെയും GDP-ൻ്റെയും ലൈഫ് ഇൻഡെക്സിൻ്റെയും ഹെൽത്ത് ഇൻഡെക്സിൻ്റെയും അടുത്ത തലമുറയുടെ ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് വരിക. ഇപ്പോൾ കൊച്ചി മെട്രോ നഷ്ടത്തിൽ ഓടിയിട്ടുണ്ട്, ഇപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ലാഭത്തിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി അത് ലോസിലാണെങ്കിലും കൊച്ചിയിൽ മെട്രോ ഓടിക്കണം. കാരണം മെട്രോ അല്ലെങ്കിൽ അതേപോലെ റോഡ്, പിന്നെ ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ, ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, ഇതിൻ്റെ അതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റി, ഹെൽത്തിന് ഉപയോഗിക്കുന്ന ഫണ്ട്, ഇതിനൊന്നും നിങ്ങൾ ROI വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അതെന്താവുക, നമ്മൾ ചിലപ്പം ഡയറക്റ്റ്ലി അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഇൻഡയറക്റ്റാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഒരു ഫുൾ സിംഗ് ആയ മോണോ പോലത്തെ ചെറിയ കാരണം മോണോ ഒന്നും ബോംബെയിൽ പോലും അത്ര സക്സസ് അല്ല. മെട്രോ പോലത്തെ വലിയ പ്രൊജക്ട്സുകൾ തന്നെ കൊണ്ടുവരണം. ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ കൊണ്ടുവരണം, ട്രാൻസ്പോർട്ട് ഹബ്ബ് കൊണ്ടുവരണം. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇൻഫോ പാർക്കിൻ്റെയോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെയോ ഒക്കെ കമ്പയർ ചെയ്തിട്ട് കോഴിക്കോട് സൈബർ പാർക്കുകൾ എടുത്തു നോക്കും. എത്ര ചെറിയ സൗകര്യമാണത്. അവിടുത്തെ പിന്നെ എന്താ പറയുക, ഫെസിലിറ്റികൾ, അഡീഷണൽ ഫെസിലിറ്റികളുടെ അത്ര പോലും വലിപ്പില്ല നമ്മളെ കോഴിക്കോട് ഈ സംവിധാനം വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്രയും ഇൻവെസ്റ്റ്മെൻറ്റും അത്രയും കമ്പനികളും വരുന്നില്ല. പക്ഷെ അതേസമയം പ്രൈവറ്റിൽ 1,20,25 ലക്ഷം സ്ക്വയർ ഫീറ്റ് വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടാൻ വേണ്ടി പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് ഇവിടെ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഗവൺമെൻറ്റും കൂടെ ചെയ്താൽ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൈബർ പാർക്കിലൊക്കെ അടിയന്തരമായിട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 4-5 ഇരട്ടി ലാൻഡ് അക്വയർ ചെയ്യണം. പ്രധാനപ്പെട്ട വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെ ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസേഴ്സിനെ വെക്കണം. അതാണ് ഇവിടുത്തെ പിന്നെ ആളുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തുരങ്കപാത പോലത്തെ പ്രൊജക്ട്സുകൾ കമ്പാരിറ്റീവ്ലി അത് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക്കാണ്. അതുപോലത്തെ പ്രൊജക്ട്സുകൾ ഫോക്കസ് ചെയ്യാനും പ്രത്യേക വിങ്ങും, ഐസ്തറ്റിക് ആയ പ്രൊജക്ട്സുകൾ, ചെറിയ പ്രൊജക്ട്സുകൾ, ബീച്ച് നവീകരിക്കുക, സ്ട്രീറ്റ് നവീകരിക്കുക, അതിന് പ്രത്യേക വിങ്ങുമായിട്ട് വർക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സംവിധാനമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടതും. അത് തീർച്ചയായും അതിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇരട്ടിയാണെന്ന് പറയാൻ പറ്റാത്ത അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആയിട്ട് അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്.